ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു റോസ് പ്രൂൺ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല കളയൊക്കെ വന്ന്, കളയല്ല, മോശമായിട്ട് മണ്ണെല്ലാം ചീത്തയായിട്ടുണ്ട്, കട്ടയായിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നു. ഓക്കെ, ഇപ്പം കാണാം. കണ്ടോ, മണ്ണെല്ലാം കട്ട പിടിച്ച് നേരെ കാണും. ഓക്കെ, ഇപ്പോൾ കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കണ്ടോ, മഞ്ഞ പിടിച്ച ഇല ഇതെല്ലാം മാറ്റണം. ഇതും ഇതേപോലെ ഒരെണ്ണം ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ പ്രൂൺ ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് മണ്ണിലൊന്ന് കുത്തി ഇളക്കാം. കാണാൻ പറ്റും എന്തുകൊണ്ട് ഒരു കൈ കൊണ്ടേ ചെയ്യാൻ പറ്റും. എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ, പിടിച്ചു തരാനും ആരുമില്ല. അപ്പോൾ സ്വന്തമായി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മൂട്ടിൽ റോസിൻ്റെ ചീത്തായ ഇലകളൊക്കെ ഉണ്ട്, അതിനൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് മാറ്റാം ഇതിന്ന് കേട്ടോ. കുറച്ച് മണ്ണിനെ എടുത്ത് മാറ്റിയിട്ട്, കാര്യം റോസ് കൂടുതൽ അങ്ങ് ഉള്ളിലേക്ക് താഴ്ന്നു പോയാലും ചീത്തയായി പോകും. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചേക്കാം. കണ്ടോ, മണ്ണ് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ വാട്ടറിങ് നല്ല രീതിയിൽ നടക്കില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ വേരൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിനൊന്ന് ഇളക്കി വിട്ട ശേഷം കുറച്ച് മണ്ണ് മാറ്റി ഇത് വാങ്ങിക്കൊണ്ടുവന്ന് അതേപോലെ വെച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യുക മാത്രം ചെയ്യും, അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. കുറച്ച് ചകിരിച്ചോറ് കണ്ടല്ലോ, കുറച്ച് ചകിരിച്ചോറ് അത് ഞാൻ ഇതിൽ ഇട്ടിട്ട്, അപ്പോൾ വാട്ടറിങ് നല്ലതായിട്ട് നടക്കും. ഈ ചകിരിച്ചോറ് ഇടുമ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും റോസയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൊന്നും ഈ റോസ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെച്ചത് കൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ ഒരു കുരുട് പിടിച്ചതുപോലത്തെ ഒരവസ്ഥ. ഓക്കെ, തൽക്കാലം ഞാൻ ഇവിടെ വെക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഈ റോസ് ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എത്രത്തോളം ഇത് താഴ്ത്തി കട്ട് ചെയ്യുമോ അതാണ് സെറ്റായി വരുന്നത്. കണ്ടല്ലോ, നല്ല റെഡ് റോസാണ് കേട്ടോ, നല്ല റെഡ് കളറിലുള്ള റോസ്. എത്രത്തോളം നമ്മൾ താഴ്ത്തി കട്ട് ചെയ്യുമോ അത്രത്തോളം ആ റോസ് നന്നായി വരും. ഇത് എൻ്റെ മോൻ പൂ തീർന്നപ്പോഴത്തേക്കും പ്രൂൺ ചെയ്തിരുന്നു, അതാണ് ഇങ്ങനെ ആയിപ്പോയത്. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെയാണ്. കണ്ടോ, നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട്. മാക്സിമം താഴ്ത്തി കട്ട് ചെയ്യുമ്പോഴേ അത് ബുഷിയായിട്ട് വരത്തുള്ളൂ. റോസ് നല്ല രീതിയിൽ ബുഷിയായി വളരണമെങ്കിൽ നമ്മൾ എത്രത്തോളം താഴ്ത്തി കട്ട് ചെയ്യുമോ അതാണ് നല്ലത്. കണ്ടല്ലോ, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം നമ്മൾ ഇതാക്കി കട്ട് ചെയ്താൽ മാത്രമേ അത് നല്ല ബുഷിയായിട്ട് വളർന്നു വരത്തുള്ളൂ. കാണാൻ പറ്റുന്നു, നല്ല രീതിയിൽ ഇപ്പോൾ താഴ്ത്തി കട്ട് ചെയ്തിട്ടുണ്ട്. ചകിരിച്ചോറ് കുറച്ചുകൂടെ ഇവിടെയാണ് കേട്ടോ.
എന്നുവെച്ചാൽ വാട്ടറിങ് നല്ലതായിട്ട് നടക്കാനും അതിൻ്റെ അതിൻ്റെ വേര് ഇറങ്ങാനും എല്ലാത്തിനും വേണ്ടി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചാണകപ്പൊടിയില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിലേക്ക് കണ്ടല്ലോ സൂഡോമോണസ്, ഇത് ജൈവ ബാക്ടീരിയയാണ്, അത് കുറച്ചിട്ട് കൊടുക്കുന്നു. പിന്നെ ഇത് കുറച്ച് എല്ലുപൊടിയാണ്. കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കണ്ടോ വേപ്പിൻ പിണ്ണാക്ക്, അത് എല്ലാം ഇട്ടിട്ട് മണ്ണൊന്ന് സെറ്റാക്കി വെക്കും. ഇനിയൊരു ഐറ്റം കൂടെ ഉണ്ട്. ആ ബോട്ടിൽ നിന്ന് വരുന്നില്ല, ഞാൻ വലിച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റില്ല. കണ്ടോ, അഗ്രോ ബൂസ്റ്റ് എന്നാണ് എൻ്റെ പേര്, ഓർഗാനിക്കാണ്. അപ്പോൾ പൂവിടാനൊക്കെ ഇത് നല്ലതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ആക്കുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന ഇതല്ല, വേറെ കമ്പനിയാണ്. അപ്പോൾ അത് കുറച്ച് റോസിന് കുറച്ചിട്ടാൽ മതി, ഇത്രയൊക്കെ മതിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കറിയില്ല. ഏകദേശം ഒരു സ്പൂണോളം വരും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉറുമ്പൊന്നും എടുത്തു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് മണ്ണുമായി മിക്സ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇനി പൂവിടുമ്പോൾ ഇത് കാണിച്ചു തരാം. ഫോൺ തറയിൽ പോയി കേട്ടോ. പൂവിടുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി കട്ട് ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാഫോ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ കേടാകത്തില്ല, നല്ലതായിട്ടിരിക്കും. അപ്പം ഞാൻ അത് തൽക്കാലം ചെയ്തിട്ടില്ല. ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ഞാൻ എടുത്തില്ലായിരുന്നു, മറന്നുപോയി. ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്തു, എന്നിട്ട് ഓരം ചെയ്യും. ഓരം ചെയ്തിട്ട് ഇനി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വേറെ കേടായിപ്പോവും. ഓക്കെ, വെള്ളമൊഴിക്കുന്നു. എത്രത്തോളം വീഡിയോ സക്സസ്സായി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് ഫോൺ സ്റ്റാൻഡിൽ വെക്കാൻ അങ്ങനെയുള്ള സ്റ്റാൻഡോ സൗകര്യമോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഇതാക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.